ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇൻസെക്ടിസൈഡിനെ കുറിച്ച്, പ്ലെത്തോറ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ആ പ്ലെത്തോറ എന്ന് പറഞ്ഞ ഇൻസെക്ടിസൈഡിൻ്റെ കൂടെ ഞാനൊരു പ്ലാന്റ് സ്റ്റിമുലൻറ്റ് ആഡ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ആക്ച്വലി എനിക്ക് പ്ലാന്റ് സ്റ്റിമുലൻറ്റിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടായിരുന്നു. ജസ്റ്റ് പ്ലാന്റ് സ്റ്റിമുലൻറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ പേരുടെ കമൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി ആ സ്റ്റിമുലൻ്റെ പേര് എന്നാന്ന് ചോദിച്ചിട്ട്. പക്ഷേ എനിക്കതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ കമൻറ്റിലായിട്ടോ അങ്ങനെ ഞാൻ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത്. ഓക്കെ, ആ സ്റ്റിമുലൻറ്റിൻ്റെ പേര് മറ്റൊന്നുമല്ല, ഇൻടേക്ക് എന്നാണ് കേട്ടോ. ഇതൊരു ഓർഗാനിക് പ്ലാന്റ് എക്സ്ട്രാക്ട് ബയോ സ്റ്റിമുലൻ്റ് ആണ്. എന്ന് വെച്ചാൽ വളവോ അല്ലെങ്കിൽ കീടനാശിനിയോ ഒന്നുമല്ല, ഇത് ചെടിയുടെ നാച്ചുറൽ ഗ്രോത്ത് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗാനിക് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം ഒരു ചെടി ആരോഗ്യമുള്ളതും ശക്തവുമായിരിക്കണമെങ്കിലുണ്ടല്ലോ അതിന് നല്ല റൂട്ട്സ്, ഹെൽത്തി ലീവ്സ്, പുതിയ ഷൂട്ട്സ്, നല്ല ബ്രാഞ്ചസ്, കൂടുതൽ ബഡ്സ്, നല്ല ഫ്ലവറിങ് എന്നിവ വേണം അല്ലേ. അപ്പം അതിനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. ഇതുണ്ടല്ലോ നമുക്കൊരു ഫോലിയർ സ്പ്രേ ആയിട്ടും ഫെർട്ടിഗേഷൻ വഴിയൊക്കെ ഉപയോഗിക്കാവേ. പ്രത്യേകിച്ച് പ്രൂണിങ് കഴിഞ്ഞ ചെടികൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ചെടികൾ, സ്ട്രെസ്സിലായിരിക്കുന്ന ചെടികൾ, ഇനി മുരടിച്ചു പോയ ചെടികളൊക്കെ ഉണ്ടല്ലോ, വളർച്ചയൊക്കെ വളരെ സ്ലോ ആയിട്ട് മന്ദഗതിയിലായിട്ടുള്ള ചെടികളൊക്കെ, എന്നിവയ്ക്കൊക്കെ ഇത് നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് സിസ്റ്റം കൂടുതൽ ശക്തമാകാനും പുതിയ തളിരുകൾ വേഗത്തിൽ വളരാനും ഇലകൾക്ക് നല്ല പച്ചപ്പും ആരോഗ്യം ലഭിക്കാനും കൂടുതൽ മുകുളങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ ഷൂട്ട്സൊക്കെ വരാനും പൂക്കൾ ഉണ്ടാകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട്, മഴ, വിളർച്ച, ട്രാൻസ്പ്ലാന്റ് ഷോക്ക് ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സുകളിൽ നിന്ന് ചെടി വേഗത്തിൽ റിക്കവർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇൻടേക്ക് എന്നത് ഒരു ഫെർട്ടിലൈസറിൻ്റെ പകരക്കാരനല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പെസ്റ്റിസൈഡിൻ്റെയും പകരക്കാരനല്ല. നമ്മൾ ചെടിക്ക് ആവശ്യമായ വളവും കീടരോഗ നിയന്ത്രണവും കൃത്യമായി നൽകിയാൽ മാത്രമായിട്ട് നമുക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം ഇൻടേക്ക് ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ടല്ലോ ചെടിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന ഒരു ബയോ സ്റ്റിമുലൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് റോസ് അല്ലെങ്കിൽ സാധാരണ ഏത് പൂച്ചെടികളായാലും നമ്മളതിന് പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഒക്കെ കൊടുക്കുമ്പോണ്ടല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്ലെത്തോറ കൊടുത്തിട്ടായിരുന്നു 1 ml, ഇത് 0.5 ml ആയിരുന്നു. അപ്പം അതുപോലെ അല്ലെങ്കിൽ ഇത് തനിച്ചായാലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് വളരെ നല്ലൊരു സപ്ലിമെൻ്റ് ആണ് ചെടിക്ക്. ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.